ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ മുത്താലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ലോകം ഇന്ന് സംഘർഷങ്ങളാലും അശുദ്ധികളാലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാനവികതയുടെ ഉന്നതമായ ലോകം ഇന്ന് സംഘർഷങ്ങളാലും അശുദ്ധികളാലും നിറഞ്ഞിരിക്കുകയാണ്. മാനുഷിക മൂല്യങ്ങൾ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഈ സാഹചര്യത്തിൽ മാനവികതയുടെ ഉന്നതമായ മാതൃകകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഇസ്ലാമിക മാനവികതയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ്. ഇസ്ലാം ഒരു മനുഷ്യനെ കാണുന്നത് അള്ളാഹുവിൻ്റെ വലിയ മഹത്തായ സൃഷ്ടിയാണ്. ഖുർആൻ ഷരീഫ് മനുഷ്യനെ അഷ്റഫുൽ മഖ്ലൂഖാത്ത് അഥവാ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠർ എന്ന് വിശേഷിപ്പിക്കുന്നു. മനുഷ്യൻ അള്ളാഹു പ്രത്യേകമായ ബുദ്ധിശക്തിയും വിവേകവും ഇച്ഛശക്തിയും നൽകിയിരിക്കുന്നു. മാത്രമല്ല, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായും മനുഷ്യനെ നിയമിച്ചു. ഇതെല്ലാം ഒരു മനുഷ്യന്റെ അന്തസ്സും ആദരവും നൽകണമെന്നതിൻ്റെ അടിസ്ഥാന സൂചന നൽകുന്നു. വർണ്ണം, വംശം, ദേശ, ഭാഷ എന്നിവയുടെ പേരിൽ ഓരോ മനുഷ്യനും മറ്റൊരാളേക്കാൾ ശ്രേഷ്ഠനല്ലെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ ശ്രേഷ്ഠത നിർണയിക്കുന്നത് അവന്റെ ഭയഭക്തിയും സൽക്കർമ്മങ്ങളും കൊണ്ടാണ്. ഇസ്ലാമിക മാനവികതയുടെ ശക്തമായ ചില അടിസ്ഥാനങ്ങൾ, തത്വങ്ങൾ. അതിൽ ഒന്നാമത്തേതാണ് തൗഹീദ് അഥവാ സ്രഷ്ടാവിനോടുള്ള വിശ്വാസം. എല്ലാ മനുഷ്യരുടെയും സ്രഷ്ടാവ് ഏകനായ അള്ളാഹു ആണെന്ന വിശ്വാസമാണ് ഇസ്ലാമിക മാനവികതയുടെ അടിസ്ഥാനം. ഒരേ സൃഷ്ടാവ് സൃഷ്ടിച്ചതുകൊണ്ട് എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണെന്ന സന്ദേശം ഇത് നൽകുന്നു. ഈ കാഴ്ചപ്പാട് മനുഷ്യർക്കിടയിൽ എല്ലാത്തര വിവേചനങ്ങളെയും ഇല്ലാതാക്കുന്നു. മനുഷ്യരെല്ലാം ഒരൊറ്റ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ്. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും അവർക്ക് കടമയുണ്ട്. രണ്ടാമത്തേതാണ് നീതിയും സമത്വവും. ഇസ്ലാം നമുക്ക് അസാധാരണമായ പ്രാധാന്യം നൽകുന്നു. എല്ലാ മനുഷ്യരും, അത് സ്വന്തം കുടുംബക്കാരോ ശത്രുക്കളോ ആവട്ടെ, നീതിപൂർവം വർദ്ധിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നു. നീതി നടപ്പിലാക്കുമ്പോൾ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും വിവേചനം കാണിക്കരുതെന്നും ഇസ്ലാം ഊന്നിപ്പറയുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഓരോ ജനതയോടുള്ള വെറുപ്പ് നിങ്ങൾ നീതി പാലിക്കാതിരിക്കാൻ ഇടയാക്കരുത്. നിങ്ങൾ നീതി പാലിക്കുക, അതാണ് ഭയഭക്തിയോടുള്ള ഏറ്റവും ആദരവ്. മനുഷ്യരെല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ തുല്യരാണെന്നും വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ആർക്കും പ്രത്യേകമായി പരിഗണനയില്ലെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഈ സമതി സന്ദേശം ഊന്നിപ്പറയുന്നു. അറബിക്ക് അനറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠമില്ല. ഭയഭക്തിയില്ലാതെ മറ്റൊന്നും ഒരാൾക്ക് മറ്റൊരാളെയും ശ്രേഷ്ഠത നൽകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക മാനവികത എന്നത് കേവലം ഒരു തത്വശാസ്ത്രമല്ല, മറിച്ച് മാനുഷിക ബന്ധങ്ങളെ, സാമൂഹ്യ ജീവിതത്തെയും രൂപപ്പെടുത്തുന്ന ഒരു ജീവിത രീതിയാണ്. ഏകദൈവത്തിലുള്ള വിശ്വാസവും നീതി സമത്വവും എന്നിവയാണ് ഈ മാതൃകയുടെ അടിത്തറ. ഈ തത്വങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വ്യക്തിപരമായ സാമൂഹികവും വലിയ ഉന്നതയിൽ എത്താൻ സാധിക്കും. ഇത്രയും പറഞ്ഞ് എൻ്റെ വരികൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.